അസ്സലാമു അലൈക്കും. ഇന്ന് മറ്റൊരു കഥയുടെ തുടക്കമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഷാനു, നീ ഇതുവരെ റെഡി ആയില്ല? ബ്രോക്കർ എത്ര നേരമായി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതിന് മാത്രം ഒരുങ്ങാപ്പം എന്താ? എത്ര ഒരുങ്ങിയാലും അതിൻ്റെ കളറൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. അവൻ കേൾക്കാതെ പതിയെയാണ് ഉമ്മ പറഞ്ഞതെങ്കിലും ഷാനു കറക്റ്റായിട്ട് അത് കേട്ടിരുന്നു. പിന്നെ നല്ലൊരു കാര്യത്തിന് ഇറങ്ങാൻ പോകുന്നതല്ലെന്ന് കരുതി ദേഷ്യത്തോടെ എന്തോ പറയാൻ വന്നതും അവനെ സ്വയം നിയന്ത്രിച്ചു. കാക്ക കുളിച്ചാൽ കൊക്കാവില്ലെന്ന് അവനോട് പറഞ്ഞു കൊടുത്തേക്കും ഉമ്മ. അത് അവൻ്റെ അനിയൻ ഷാഹിദിൻ്റെ ഡയലോഗായിരുന്നു. ഒന്ന് പതിയെ പറഞ്ഞ ഷാഹി. അവന് കേട്ടാൽ പിന്നെ അത് മതി ഇന്നത്തെ വഴക്കിന്. ഓ, അപ്പോൾ ഉമ്മ പറഞ്ഞതോ? ഉമ്മാക്ക് പറയാലേ. നീ കൂടുതൽ സംസാരിച്ച് നിൽക്കാതെ ഇറങ്ങിക്കേ. ആ ബ്രോക്കർ കാത്തു നിന്ന് മുഷിഞ്ഞു കാണും. അല്പം കറുത്തു പോയതിൻ്റെ പേരിൽ വീട്ടുകാരിൽ നിന്നും ഒരുപാട് തവണ അവഗണനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവൻ പലപ്പോഴും അത് കാര്യമാക്കാറില്ല. പക്ഷേ കൂടുതൽ അവഗണിക്കാൻ വന്നാൽ പിന്നെ നോക്കി നിൽക്കാറുമില്ല. കറക്റ്റായിട്ട് മറുപടി കൊടുക്കാറുമുണ്ട്. നീ ഇത് എവിടേക്കാ? പോവാൻ വേണ്ടി റെഡിയായി പുറത്തേക്കിറങ്ങിയ ഷാനു അവനേക്കാൾ ഭംഗിയോടെ ഒരുങ്ങി ഉമ്മാക്കൊപ്പം നിൽക്കുന്ന അവൻ്റെ അനിയൻ ഷാഹിദിനെ നോക്കി ചോദിച്ചു. അവനും വരുന്നുണ്ട് നമ്മുടെ കൂടെ. മറുപടി പറഞ്ഞത് ഉമ്മയായിരുന്നു. എന്തിനെ? അവൻ വന്നോട്ടെ, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. അവൻ്റെ ഏട്ടന് പെണ്ണ് കാണാൻ പോകുമ്പോൾ കൂടെ വരണമെന്നുള്ളത്. ഇനിയിപ്പോൾ നീയായിട്ട് തടസ്സം നിൽക്കണ്ട. അതിനൊന്നും മറുപടി പറയാതെ ഷാനു വേഗം കാറിൻ്റെ ഡോർ തുറന്ന് ബ്രോക്കറേയും വിളിച്ച് കാറിലേക്ക് കയറി. അവർക്ക് പിന്നാലെ തന്നെ ഉമ്മയും ഷാഹിദും കയറി. ഇത് ഷാഹിൻ ഷാ, എല്ലാവരും ഷാനു എന്ന് വിളിക്കും. ടൗണിലെ പേര് കേട്ട സൂര്യ ഗ്രൂപ്പിൻ്റെ മാനേജറായി വർക്ക് ചെയ്യുകയാണ്. അവൻ്റെ കൂടെയുള്ളത് അവൻക്ക് ജന്മം കൊടുത്ത ഉമ്മയല്ല. അവൻ്റെ ഉമ്മ 2 വയസ്സുള്ളപ്പോൾ മഞ്ഞപ്പത്തം പിടികിട്ട് വിട്ടുപോയി. അതിനുശേഷം പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഉപ്പ 2ാമത് വിവാഹം കഴിച്ചതാണ് ഈ ഉമ്മാനെ. ഉപ്പ ഉമ്മാനെ വിവാഹം ചെയ്യുമ്പോൾ ഉമ്മാക്ക് ഒരു മകനും ഉണ്ടായിരുന്നു. അതാണ് ഷാഹിദ്. അന്ന് അവൻ്റെ പ്രായം 1 വയസ്സ്. ഞാനും അവനും 1 വയസ്സിലുള്ള വ്യത്യാസമേ ഉള്ളൂ. തീർന്നില്ല അവന് നേരെയുള്ള വിധിയുടെ ക്രൂരത. അവന് 10 വയസ്സുള്ളപ്പോൾ ഉപ്പയും തനിച്ചാക്കിപ്പോയി. പിന്നെ പഠിപ്പിച്ചതെല്ലാം മാമനായിരുന്നു. ഇന്ന് അവൻ്റെ പെണ്ണുകാണലാണ്. എത്രാമത്തെ പെണ്ണുകാണലാണെന്ന് അവൻക്ക് തന്നെ ഓർമ്മയില്ല. കാരണം കറുത്തതിൻ്റെ പേരിൽ മുടങ്ങിപ്പോയ ആലോചനകളായിരുന്നു പലതും. കറുപ്പൊരു കുറ്റമാണോ എന്നുള്ളത് അവൻ പലപ്പോഴും അവനോട് തന്നെ ചോദിച്ചു പോയ കാര്യമാണ്. മോനെ ഷാനു. ഡ്രൈവിങ്ങിനിടയിൽ ആലോചനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ബ്രോക്കർ തട്ടി വിളിച്ചത്. എന്താ ഹംസക്ക? ദേ ഈ വഴിയാണ് കേട്ടോ. ഈ വളവ് അങ്ങ് തിരിഞ്ഞാൽ വീടെത്തി. പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്ക് പെണ്ണിൻ്റെ വീടെത്തി. കാർ വീടിൻ്റെ മുറ്റത്തായി അല്പം ഒതുക്കി നിർത്തിയ ശേഷം ഓരോരുത്തരായി കാറിൽ നിന്നിറങ്ങി. പഠിച്ചോനെ, ഇതെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു. കാറിൽ നിന്നിറങ്ങുന്ന ഹംസക്ക നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥനയോടെ പറഞ്ഞു. നടന്നത് തന്നെ നമുക്ക് കാണാം. ഇവൻ കാരണമാണ് ഞാൻ പെണ്ണ് കെട്ടാതെ നിന്ന് പോകുന്നത്. സ്വന്തം ഏട്ടനല്ലെങ്കിലും ഒരു വീട്ടിൽ കഴിയുമ്പോൾ ഞാൻ കയറി ആദ്യം കെട്ടുന്നത് മോശമല്ലേ? ഇല്ലെങ്കിൽ കെട്ടുകഴിഞ്ഞ് എനിക്കിപ്പോൾ പിള്ളേർ 2 ആയേനെ. ഷാനു കേൾക്കാതെ അവൻ ഉമ്മാനെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. അതിന് ഉമ്മ അവനെ നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. കാറിൽ ഇറങ്ങിയ അവരെ സ്വീകരിക്കാൻ പെണ്ണിൻ്റെ ഉപ്പ ഉമ്മറത്ത് തന്നെ നിൽപ്പുന്നുണ്ടായിരുന്നു. ഇതാണ് ചെക്കൻ. ഷാഹിദിൻ്റെ കയ്യിൽ പിടിച്ച് അവനാണ് ചെക്കൻ എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് സലാം പറയുന്ന അവളുടെ ഉപ്പാനെ നോക്കിക്കൊണ്ട് ഷാനുവിനെ പിടിച്ച് മുൻപിലേക്ക് നിർത്തി ബ്രോക്കർ പറഞ്ഞു. ബ്രോക്കർ അത് പറയവേ ഉപ്പാൻ്റെ മുഖത്തെ നിരാശ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ തന്നെ അവന് മനസ്സിലായി ഈ പെണ്ണ് കാണലും വെറുതെയാണെന്ന്. നമുക്ക് കുട്ടിയെ വിളിച്ചാലോ? അവരോട് സംസാരിക്കാൻ വാക്കുകൾക്ക് ക്ഷാമം പോലെ നിൽക്കുന്ന അവളെ ഉപ്പാനെ നോക്കിക്കൊണ്ട് ബ്രോക്കർ പറഞ്ഞു. അതിനൊന്ന് മൂളിക്കൊണ്ട് അയാൾ അകത്തേക്ക് പോയി. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് അയാൾ കുട്ടിയെ വിളിച്ച് ഉമ്മറത്തേക്ക് വന്നത്. ആദ്യം ചായ നീട്ടിയത് അവൾ ഷാനുവിന് നേരെയായിരുന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പുഞ്ചിരിയോടെ ചായ വാങ്ങി. ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. ബ്രോക്കർ മുഴുവൻ പറയാതെ അവളെ ഉപ്പാനെ നോക്കി. മോള് ചെല്ല്, പോയി സംസാരിച്ചു വാ. അത് കേൾക്കെ അവൻ അവളെയും വിളിച്ച് പുറത്തേക്കിറങ്ങി. എൻ്റെ ഉമ്മ, ഇതൊന്നും നടക്കാൻ പോണില്ല. വെറുതെ ചായ കുടിച്ച് സമയം കളയാതെ ഉമ്മ ആ ബ്രോക്കറെ വിളിച്ചൊന്ന് ഇറങ്ങാൻ നോക്ക്. നീ ഒന്നും മിണ്ടാതിരിക്കും ഷാഹി. ഞാൻ മിണ്ടുന്നതാണോ കുഴപ്പം ഉമ്മ? ആ പെൺകുട്ടിയെ നോക്ക്, എന്തൊരു മൊഞ്ച അതിനെ കാണാൻ. 2 പേരും നിൽക്കുമ്പോൾ പാലും കരിക്കട്ടയും നിൽക്കുന്നത് പോലെയുണ്ട്. എന്തായാലും ആ കുട്ടിക്ക് അവനെ ഇഷ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഇറങ്ങി പുറപ്പെടുമ്പോൾ എനിക്കറിയാം ഇതൊന്നും നടക്കാൻ പോണില്ലെന്ന്. പിന്നെ അവനെ ബോധിപ്പിക്കാൻ കൂടെ വന്നുവെന്ന് മാത്രം. അവൻ്റെ ചെലവിൽ കഴിയുമ്പോൾ ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഉമ്മ, ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ കേൾക്കോ?
അവൻ വളരെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, എന്ത് കാര്യം? എന്തായാലും ഷാനുവിനെ ആ കുട്ടിക്ക് ഇഷ്ടാവില്ലെന്ന് ഉറപ്പാ. നീ എന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ ഇവിടേക്ക് കയറി വന്നപ്പോൾ ഉമ്മ കണ്ടതല്ലേ? അവള് ഉപ്പ ചെക്കന് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചത്. ആ തെറ്റായ ധാരണ നമുക്കങ്ങ് ശരിയാക്കി കൊടുത്താലോ? നീ ഒന്ന് തെളിയിച്ചു പറ ഷാഹി. ഉമ്മാക്ക് ആ കുട്ടിയെ ഇഷ്ടമായോ? ഇഷ്ടമാവാതിരിക്കാൻ ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്കിലേ ആ കുട്ടിയെ എനിക്ക് ഇഷ്ടമായി. ഉമ്മ ബ്രോക്കറോട് പറഞ്ഞിട്ട് ഈ ആലോചന എനിക്കൊന്ന് സെറ്റാക്കി തരാമോ? ഞാനും അവളും സൂപ്പർ ജോഡിയാണ്. അപ്പോൾ ഷാനു, അവനിനി എവിടെ നിന്ന് പെണ്ണ് കിട്ടാനാണ്? ഈ ജില്ലയിലുള്ള എല്ലാ പെണ്ണിനെയും അവൻ പോയി കണ്ടില്ലേ? എല്ലാം അവന് ഇഷ്ടമാവും. പക്ഷേ അവനെ ആർക്കും ഇഷ്ടാവില്ല. അവന് പെണ്ണ് ശരിയാവുമെന്ന് കരുതി കാത്തിരുന്നാലേ ഞാൻ കിളവനായി പുര നിറഞ്ഞു നിൽക്കത്തേയുള്ളൂ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അവൻ വിവാഹം കഴിക്കാതെ വീട്ടിൽ നിൽക്കെ. നീ വിവാഹം കഴിച്ചാൽ പിന്നെ ആളുകളുടെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ തല കുനിച്ച് നിൽക്കേണ്ടി വരും, പ്രത്യേകിച്ച് അവൻ്റെ കുടുംബക്കാർക്ക് മുമ്പിൽ. അപ്പോൾ പിന്നെ ഇപ്പം എന്താ ഞാൻ ചെയ്യുക? അവനെപ്പോലെ ഞാനും വിവാഹം കഴിക്കാതെ നിൽക്കണം എന്നാണ് ഉമ്മ പറയുന്നത്? എന്നല്ല ഞാൻ പറയുന്നത്. ആദ്യം നീ ഒന്ന് ക്ഷമിക്ക്. നമുക്ക് ഈ ബ്രോക്കറോട് സംസാരിച്ച് നോക്കാം. ആദ്യം അവർ സംസാരിച്ച് വിടട്ടെ, എന്നിട്ടൊക്കെ തീരുമാനിക്കാം. എൻ്റെ പേര് ജിൻഷിത. എന്ത് പറയണം എന്ത് ചോദിക്കണം എന്നറിയാതെ അവൾക്ക് മുമ്പിൽ നിന്ന് വിയർക്കുന്നവനെ നോക്കിക്കൊണ്ടവൾ സംസാരത്തിന് തുടക്കം കുറിച്ചു. അത് ആശ്വാസമായി കണ്ട് അവൻ അവൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഷാഹിൻ ഷാ. എല്ലാവരും ഷാനു എന്ന് വിളിക്കും. അതും പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് മുഖത്തു പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ തുടച്ചു കൊണ്ടുവൻ പറഞ്ഞു. ആ സമയം അവൾ നോക്കിക്കാണുകയായിരുന്നു. അവൻ്റെ ടെൻഷനും വെപ്രാളവും എല്ലാം കാണാൻ കുറച്ച് കറുത്തിട്ടാണെങ്കിലും ആളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എൻ്റെ എത്രാമത്തെ പെണ്ണുകാണലാണെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ചെമ്പൻ മുടികൾ ഒതുക്കിക്കൊണ്ടവൻ പറഞ്ഞു. എവിടെ പെണ്ണ് കാണാൻ പോയാലും എൻ്റെ ഈ കറുപ്പ് വലിയ വിഷയം തന്നെയാണ്. ഇയാൾക്കും എന്നെ ഇഷ്ടമാവാൻ ചാൻസ് ഇല്ലെന്ന് എനിക്കറിയാം. അത് എന്താണേലും എന്നോട് തുറന്നു പറയണം കേട്ടോ. അവൻ കയറി വന്നപ്പോൾ അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലും അവൻ്റെ നിഷ്കളങ്കമായ ഓപ്പൺ സംസാരം അവളിൽ ചെറിയൊരു ഇഷ്ടം നിറച്ചു. കറുപ്പൊരു കുറവായി എനിക്കിതുവരെ തോന്നിയിട്ടില്ല, ഇനി തോന്നുകയില്ല കേട്ടോ. അവളുടെ ആ വാക്ക് കേൾക്കെ അവനിൽ ചെറിയൊരു പ്രതീക്ഷ മുട്ടിട്ടു. പിന്നെ ഒത്തിരി പെണ്ണ് കാണാൻ പോയെന്ന് പറഞ്ഞില്ലേ? ആ എക്സ്പീരിയൻസ് ഒന്നും ഈ മുഖത്ത് കാണുന്നില്ലല്ലോ. എന്നേക്കാൾ ടെൻഷൻ ആണല്ലോ ഇയാൾക്ക്. അതിനവൻ ചമ്മലോടെ ഒന്ന് ചിരിച്ചു. അവർ സംസാരിക്കുമ്പോൾ ജനൽ വഴി ആരൊക്കെയോ അവർ തന്നെ നോക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. വീണ്ടും എന്ത് സംസാരിക്കണമെന്നറിയാതെ വീണ്ടും അവർക്കിടയിൽ മൗനം തലകെട്ടി നിന്നു. ഞാൻ എൻ്റെ സമ്മതം വീട്ടുകാരെ അറിയിക്കാം, അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടവൾ പറഞ്ഞു. അപ്പോഴേക്കും ബ്രോക്കർ അവർക്ക് അരികിലേക്ക് എത്തിയിരുന്നു. എന്തേ, നീ സംസാരിച്ചു അവളോട്? വളരെ സ്നേഹത്തോടെയായിരുന്നു ആ ബ്രോക്കറെ ചോദ്യം. സംസാരിച്ചു, പക്ഷെ പോസിറ്റീവായ മറുപടിയൊന്നും അവളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. വീട്ടുകാരോട് പറയാമെന്നാണ് പറഞ്ഞത്. നീ ടെൻഷൻ ആവണ്ട ഷാനു, നിനക്ക് വിധിച്ചതാണെങ്കിൽ ഇത് നടക്കും. ആ കുട്ടിയുടെ മുഖം കണ്ടിട്ട് നിന്നെ ഇഷ്ടമായതുപോലെ ഉണ്ട്. എന്തോ എനിക്ക് വിശ്വാസമില്ല, കാരണം ആ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നെപ്പോലെ കറുത്തൊരാളെ അവൾക്ക് ഇഷ്ടമാവാൻ ചാൻസ് കുറവാ. നീ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കല്ലേ ഷാനു. ഇതല്ലെങ്കിൽ വേറെ ഈ അംസക്ക ഉള്ളപ്പോൾ നീ എന്തിനാ ടെൻഷനാവുന്നത്? അവൻ്റെ മുതുകിൽ തട്ടി ആശ്വസിപ്പിച്ചു കൊണ്ടയാൾ പറഞ്ഞു. നീ വണ്ടി തിരിച്ചിട്ടോ, ഞാൻ അവരോട് പറഞ്ഞിട്ട് വരാം. വണ്ടിയിലേക്ക് കയറാൻ നേരം അവൻ വെറുതെ ഒന്ന് ഉമ്മറത്തേക്കും ജനൽ വഴി അകത്തേക്ക് നോക്കി. പക്ഷെ പ്രതീക്ഷിച്ച മുഖം അവിടെ കണ്ടില്ല. ഇനി എവിടേക്കാ അംസക്ക? വീട്ടിലേക്കാണോ അതോ ഇനിയും ഇതുപോലെ വല്ല പെണ്ണിനെയും കാണാൻ പോവാനുണ്ടോ? ബ്രോക്കറെ നോക്കി ഒരു പരിഹാസത്തോടെയായിരുന്നു ഷാഹിദിൻ്റെ ചോദ്യം. അവൻ്റെ ചോദ്യത്തിലെ പരിഹാസം അയാൾക്ക് മനസ്സിലായതുകൊണ്ട് അയാൾക്ക് അവനോട് ഒരു മറുപടിക്ക് തുനിഞ്ഞില്ല. അല്ലെങ്കിലും അയാൾക്കറിയാം ഷാനുവിനെ പരിഹസിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അവൻ പാഴാക്കില്ലെന്ന്. കുട്ടിയുടെ ഉപ്പ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ അംസക്ക? ഇല്ല, അവർ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മാക്ക് എന്താ തലക്കോളുണ്ടോ? ഇത് നടക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അവരിൽ നിന്നൊരു മറുപടി കിട്ടുമെന്ന് കരുതി കാത്തിരിക്കും വേണ്ട. ഉമ്മ ഞാൻ പറഞ്ഞ കാര്യം അയാളോടൊന്ന് സംസാരിച്ച് നോക്ക്. പെണ്ണ് വീട്ടുകാർ റെഡിയാണെങ്കിലേ നമുക്ക് ഈ വിവാഹം ഉടനെ അങ്ങ് നടത്താം. ഇവന് പെണ്ണ് റെഡിയാവുന്നതും കാത്തു നിന്നാലേ എൻ്റെ മൂക്കിൽ പല്ല് മുളക്കും. അതിന് അവർക്ക് അവനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ആദ്യം അവരിൽ നിന്നൊരു മറുപടി കിട്ടട്ടെ, എന്നിട്ട് ഈ കാര്യം അയാളോട് സംസാരിക്കാം. മാത്രമല്ല അവരോട് പറയാനേ നിനക്ക് പേരിനെങ്കിലും ഒരു ജോലി വേണ്ടേ? ആദ്യം ജോലിയൊക്കെ റെഡിയാവട്ടെ. എന്താ മോളെ, മോളെന്താ ഒന്നും പറയാത്തത്? നിനക്ക്
ചെക്കനെ ഇഷ്ടമായോ? കാര്യമായ ആലോചനയിൽ മുഴുകി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ജിനുവിൻ്റെ ഷോൾഡറിൽ പതിയെ കൈവച്ചുകൊണ്ട് ഉമ്മ ചോദിച്ചു. ഇഷ്ടമായില്ല. ഉമ്മാൻ്റെ ചോദ്യത്തിന് അവളുടെ അനിയത്തിമാരായിരുന്നു മറുപടി പറഞ്ഞത്. ഞാൻ നിങ്ങളോടല്ല ചോദിച്ചത്, ഇവളോടാണ്. നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ജിനുവിന് പറയാനുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ആ ചെക്കനെ ഇഷ്ടമായില്ല. അതുപോലെ തന്നെയാണ് അവൾക്കും. അത് അവൾ പറയട്ടെ. ഉമ്മ എന്തറിഞ്ഞിട്ടാണ് വീണ്ടും വീണ്ടും ഈ കാര്യം ചോദിക്കുന്നത്? ആ ചെക്കനും ജിനും എന്തെങ്കിലും ഒരു മാച്ചുണ്ടോ? മറ്റേ ചെക്കനാണെങ്കിൽ ഓക്കെ ആയിരുന്നു. എന്താടിയാ ആ ചെക്കനൊരു കുറവ്? അല്പം കറുത്തു പോയത് ഇത്ര വലിയ കുറ്റ? കൂടെ വന്ന ചെക്കനേക്കാൾ ഭംഗിയുണ്ട് അവനെ. എനിക്ക് ഇഷ്ടമായി. നല്ലൊരു മോൻ തന്നെയാണ്. കണ്ടാ അറിയാം, നല്ല സ്നേഹമുള്ളവനാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് കാണുമ്പോഴേക്കും ഉമ്മ സ്നേഹമുള്ളവനാണെന്ന് തീരുമാനിച്ചോ? ഉമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കൂല. ഉപ്പാനോട് ഇപ്പോൾ തന്നെ ആ ബ്രോക്കറെ വിളിച്ച് പറയാൻ പറയട്ടെ. അത് അവൾ പറയട്ടെ. അവരെ സംസാരം കേട്ട് നിന്ന ഉപ്പ ഡോറിന് മുൻപിലേക്ക് വന്ന് ജിനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇവളാണ് അവൻ്റെ കൂടെ ജീവിക്കേണ്ടത്. അപ്പോൾ തീരുമാനം പറയേണ്ടതും അവൾ തന്നെയാണ്. ഉപ്പ അവൾക്ക് അരികിലേക്ക് വന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ തീരുമാനം എന്താണെങ്കിലും ഉപ്പ സന്തോഷത്തോടെ സ്വീകരിക്കും. മോളെ ആരും നിർബന്ധിക്കില്ല. മോൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മോള് പറഞ്ഞാൽ മതി കേട്ടോ. നിനക്ക് ആ പയ്യനെ ഇഷ്ടമായോ? ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇന്ന് തന്നെ ആ ബ്രോക്കറെ വിളിച്ച് കാര്യം പറയണം. ഇതില്ലെങ്കിൽ അവർക്ക് വേറെ നോക്കാലോ. ഉപ്പാൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവളുടെ മറുപടി എന്താണെന്നറിയാൻ ഉമ്മയും അനിയത്തിമാരും ആകാംക്ഷയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താ മോളെ, നിനക്ക് ചെക്കനെ ഇഷ്ടമായില്ലേ? ഇല്ലെങ്കിൽ മോള് ധൈര്യമായിട്ട് പറഞ്ഞോ. ഉപ്പ ഇപ്പോൾ തന്നെ അവരെ വിളിച്ച് പറഞ്ഞോളാം. ഉമ്മാക്കും ഉപ്പാക്കും അവനെ ഇഷ്ടമായോ? കയറി വന്നപ്പോൾ എനിക്കൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു മോളെ. അത് സത്യം തന്നെ. പിന്നെ അവൻ്റെ സംസാരവും പെരുമാറ്റവും വിനയൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഉപ്പാക്കും ഇഷ്ടമായെന്ന് അവൻ പറഞ്ഞു വരുന്നത്. ഉപ്പാനെ മുഴുവൻ പറയാൻ അനുവദിക്കാതെയായിരുന്നു അനിയത്തിമാരുടെ സംസാരം. അവൻ ഇച്ചിരി കറുത്തു പോയെന്നല്ലാതെ എന്താ അവനിലൊരു കുറ്റം? നല്ല ജോലി, നല്ല സ്വഭാവം, പിന്നെ ആണ് നല്ല സമ്പാദ്യമുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നോക്കേണ്ടത്, അല്ലാതെ കറുപ്പും വെളുപ്പൊന്നല്ല. അപ്പോൾ ഉപ്പാക്ക് മരുമോനെ അങ്ങ് ബോധിച്ചു നിർത്തും. ബോധിച്ചു. ഇനി ഇവളുടെ അഭിപ്രായം മാത്രം അറിഞ്ഞാൽ മതി. എങ്കിലും അവൾക്ക് സമ്മതമല്ല. അങ്ങ് പറഞ്ഞു കൊടുക്ക് ജിനു എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? അവളല്ലേ അവളെ ഇഷ്ടം തുറന്നു പറയേണ്ടത്. അവൾ മൗനം കണ്ടോ? ഉപ്പാക്ക് അറിയില്ല ഉപ്പ, അവൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന്. പിന്നെ എന്തിനാ അവളെ നിർബന്ധിക്കുന്നത്? മോളെ, ഇവർ പറയുന്നത് പോലെ മോൾക്ക് അവനെ ഇഷ്ടമായില്ലെന്നുണ്ടോ? ഉപ്പാനോട് പറയാൻ മടിയാണെങ്കിൽ അങ്ങനെ ഒരു ടെൻഷനെ നിനക്ക് വേണ്ട. എന്താണെങ്കിലും മോൾക്ക് ഈ ഉപ്പാനോട് തുറന്ന് പറയാട്ടോ. ഉപ്പാക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല ഉപ്പ. അത് അവൾ ഉപ്പാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ രണ്ടാളും മിണ്ടരുത്. അവൾക്ക് അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ അവൾ തുറന്നു പറയാൻ മടിക്കുന്നത്? അവൻ്റെ കൂടെ ജീവിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല. അതുകൊണ്ട് തീരുമാനം എന്തായാലും അവൾക്ക് തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സത്യ ഉപ്പ. എനിക്ക് ആലോചന ഇഷ്ടമായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉപ്പ തീരുമാനിച്ചാൽ മതി. മോള് നല്ല പോലെ ആലോചിച്ചിട്ടാണ് പറയുന്നത്. അതെ ഉപ്പ, കുറച്ച് നിറം കുറവാണെന്നൊരു കുറവ് മാത്രമേ അയാളിലുള്ളൂ. അതൊരു വലിയ കുറവായി എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും ഈ നിറത്തിൽ ഒക്കെ എന്താ, മനസ്സിൻ്റെ നിറമല്ലേ നമ്മൾ നോക്കേണ്ടത്. എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു. എങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ചു പറയട്ടെ ബ്രോക്കറെ. ജിനു, ഒന്നുകൂടെ ആലോചിച്ചൂടെ പോരെ? അവൾ നല്ല പോലെ ആലോചിച്ച് തന്നെയാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ രണ്ടാളും കൂടി അവളെ കൊണ്ട് ആലോചിപ്പിക്കണ്ട. എല്ലാത്തിനും കാരണം ഈ ഉമ്മയാണ്. അവൻ വന്ന് കയറിയപ്പോൾ തന്നെ പറയുന്നുണ്ട് നല്ല ചെക്കനെന്ന്. അത് ഉമ്മ നല്ല ചെക്കന്മാരെ കാണാത്തത് കൊണ്ടാണ്. എന്നാലും ഇവൾ എന്ത് കണ്ടിട്ടാണ് സമ്മതം പറഞ്ഞത്? ഇവൾ തലക്ക് വല്ല ഓളം ഉണ്ടോ? കൂടെ വന്ന ചെക്കനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നോ? ഇതൊരുമാതിരി കറുത്ത ചെക്കൻ. അയ്യേ, എന്താണ് രണ്ടും കൂടി കുശുകുശുന്നത്? അല്ല, പെട്ടെന്ന് വിവാഹം ഉണ്ടാവുമോ എന്ന് ചർച്ച ചെയ്തതാണ്. അത് തീരുമാനിക്കാൻ ഞങ്ങളിവിടെയുണ്ട്. നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. ജിനു, ഉമ്മയും ഉപ്പയും കേൾക്കാതെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി പോകുന്ന അവളുടെ ഷാളിൽ പിടിമുറുക്കിക്കൊണ്ടായിരുന്നു അനിയത്തിമാർ വിളിച്ചത്. എന്തേ, സത്യമായിട്ട് നിനക്ക് ആ ചെക്കിനെ ഇഷ്ടമായിട്ടുണ്ട്? അത് ഉമ്മാനും ഉപ്പാനും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നീ ഇഷ്ടമാണെന്ന് പറഞ്ഞതാണോ? അല്ല, ഒരിക്കലും അല്ല. എനിക്ക് അയാളെ ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ ഉപ്പാനോട് വിവാഹത്തിന് പൂർണ്ണ സമ്മതം പറഞ്ഞത്. എനിക്ക് ആ ഇഷ്ടം മാറാനും പോകുന്നില്ല. എന്താ ജിനു, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? തലകുത്തി നിന്ന് ആലോചിച്ചാലും എനിക്ക് അയാളെ മതി. ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാൻ ആരും ശ്രമിക്കണ്ട.
എന്നാലും കുറച്ച് സമയം കൊണ്ട് എന്താ ഇവിടെ സംഭവിച്ചത്? അവൾ കയറിപ്പോകുന്നത് നോക്കി ചെറിയ അനിയത്തി ലിൻഷിത പറഞ്ഞു. നീ കണ്ടതല്ലേ, ചെക്കൻ വന്ന് കയറിയപ്പോൾ അവളുടെ മുഖഭാവം ഒട്ടും ഇഷ്ടമില്ലാത്തതുപോലെയായിരുന്നു. അവളെ നിൽപ്പ്. അവളാ ഇപ്പോൾ ആ ചെക്കനെ മതിയെന്ന് പറഞ്ഞത്. ഇനി അവർ സംസാരിച്ചപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്? താടിക്കും കൈയും കൊടുത്ത് ആലോചിച്ച് നിൽക്കുന്ന ലിൻഷിതയെ തട്ടിക്കൊണ്ട് മൂത്ത അനിയത്തി റിൻഷിത ചോദിച്ചു. ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞവൾ തല കുടഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകാൻ നിൽക്കുമ്പോഴാണ് ഉമ്മാൻ്റെ വിളി. കഴിഞ്ഞില്ലേ രണ്ടാളുടെയും ഗൂഢാലോചന? ഹോ, ഇനിയിപ്പോൾ ഞങ്ങളെന്ത് ആലോചന നടത്തിയിട്ടെന്താ? എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഇതേ സമയം ബ്രോക്കറെ കോളം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഷാനു. നടക്കില്ലെന്നറിയാം, എന്നാലും അറിയാമെന്നൊരു ആകാംക്ഷ. ഇനി അവർ ഒന്നും പറയാത്തത് കൊണ്ടാവോ ബ്രോക്കർ എന്നെ വിളിക്കാത്തത്? ചിലപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടമായി കാണില്ല. അത് എന്നോട് പറയാൻ മടിച്ചിട്ടാവും ബ്രോക്കർ വിളിക്കാത്തത്. ഒരുപാട് പെണ്ണ് കാണാൻ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ആരോടും തോന്നാത്തൊരിഷ്ടം ഇന്ന് പോയി കണ്ട പെണ്ണിനോട് തോന്നിപ്പോയി. എന്തോ മനസ്സിൽ നിന്ന് ആ മുഖം മായാത്ത പോലെ. ഈ കറുമ്പൻ ചെക്കന് ആ സുന്ദരി പെണ്ണിനെ മോഹിക്കാൻ അർഹതയുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എന്തിനാ മനസ്സെ വെറുതെ മോഹിക്കുന്നത്? ഒന്നും നടക്കാൻ പോണില്ല. അതുകൊണ്ടേ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും വേണ്ട. ഒരു പക്ഷേ എനിക്ക് വിവാഹ ജീവിതം ഒന്നും വിധിച്ചിട്ടുണ്ടാവില്ല. ഓരോന്ന് ആലോചിച്ച് അസ്വസ്ഥമായ മനസ്സോടെ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. ഹംസക്ക ആവുമെന്ന് കരുതി ധൃതിയോടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞ പേര് മാമൻ എന്നായിരുന്നു. ഷാനു, എന്തായി നിങ്ങളിന്ന് പോയ കാര്യം? മാമനെ വരണമെന്ന് കരുതിയതായിരുന്നു, പക്ഷെ ആ സമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞില്ല. ആ, അത് കുഴപ്പമില്ല മാമ. എന്തായി പോയിട്ട് നിനക്ക് കുട്ടിയെ ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമായിട്ട് കാര്യമില്ലല്ലോ മാമ. കുട്ടിക്കും അവളെ വീട്ടുകാർക്കും ഇഷ്ടമാവണ്ടേ? ഹംസ ഒന്നും പറഞ്ഞില്ലേ നിന്നോട്? ഇല്ല, ഇതുവരെ തീരുമാനമൊന്നും അറിഞ്ഞിട്ടില്ല. ഇഷ്ടമാവുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല, എന്നാലും ചെറിയൊരു പ്രതീക്ഷയുണ്ട്. മോന് ടെൻഷനാവണ്ട. മാമൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ വിവാഹം നടക്കുമെന്ന്. ഞാൻ എപ്പോൾ പെണ്ണ് കാണാൻ പോയാലും എന്നെ ആശ്വസിപ്പിക്കാൻ മാമൻ പറയുന്ന വാക്കില്ലേ ഇത്? മാമൻ ടെൻഷനാവണ്ട. എനിക്ക് വിധിച്ചതാണെങ്കിൽ എനിക്ക് കിട്ടും, ഇല്ലെങ്കിൽ അങ്ങ് പോവട്ടെ എന്ന് വിചാരിക്കും. ഞാൻ ഹംസയൊന്ന് വിളിച്ചു നോക്കട്ടെ, ഇതല്ലെങ്കിൽ വേറെ നോക്കാൻ പറയാലോ. മാമ, ആരോ വന്നെന്ന് തോന്നുന്നു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് പോയി നോക്കട്ടെ. ചിലപ്പോൾ ഹംസ ആവും. മോൻ പോയി നോക്ക്. മാമനോട് സംസാരിച്ചു കൊണ്ട് തന്നെ വന്നത് ആരാണെന്നറിയാൻ വേഗം റൂമിൽ നിന്നിറങ്ങി ഡോർ തുറന്ന് ഉമ്മറത്തേക്ക് നടന്നു. ഡോർ തുറന്ന് നോക്കുമ്പോൾ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ സന്തോഷവും അതിലുപരി ടെൻഷനും വന്നു. പക്ഷേ ആ നിമിഷം ബ്രോക്കർ ഹംസക്കയുടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ എൻ്റെ ടെൻഷൻ ഏറെക്കുറെ കുറഞ്ഞിരുന്നു. ഹംസക്ക, കയറിയിരിക്കേ. മാമ, ഹംസക്കാണ് വന്നത്. ഞാൻ പോയിട്ട് വിളിക്കാട്ടോ. ആ ശരി മോനെ, നിങ്ങൾ സംസാരിക്കേ. പഠിച്ചോനെ, നല്ല വാർത്ത ആയാൽ മതിയായിരുന്നു. കോൾ കട്ട് ചെയ്യാൻ പോകുമ്പോൾ മറുവശത്തു നിന്നും മാമൻ പറയുന്നത് അവൻ വ്യക്തമായി കേൾക്കാമായിരുന്നു. ആ മോനെ, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്നതാ. നിന്നെ ഫോൺ വിളിച്ചു പറയുന്നതിൽ നല്ലത് നേരിട്ട് വന്ന് പറയുന്നതാണെന്ന് തോന്നി. അതാവുമ്പോൾ നിന്റെ മുഖത്തെ സന്തോഷം എനിക്ക് നേരിട്ട് കാണാലോ. ഹംസക്ക അവൻ്റെ മുതുകിൽ തട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു. എന്താ ഹംസക്ക? അവൻ അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു. പെണ്ണിൻ്റെ ഉപ്പ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. കുട്ടിക്ക് നിന്നെ നന്നായി ബോധിച്ചത്രേ. അതുകൊണ്ടേ അവർക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സത്യമാണോ ഹംസക്ക പറഞ്ഞത്? അതെ മോനെ, അവർക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണ്. അപ്പോഴേക്കും അവരെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഉമ്മ അവർക്ക് അരികിലേക്ക് എത്തിയിരുന്നു. പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ഹംസക്ക ഉമ്മാനോട് പറഞ്ഞു. അതിനൊന്നും മൂളിക്കൊണ്ട് യാതൊരു സന്തോഷവുമില്ലാതെ വേഗം തന്നെ അവർ അകത്തേക്ക് പോയി. നീ സ്വപ്നം കണ്ടത് അങ്ങ് കുഴിച്ചു മൂടിയേക്ക്. പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്ന ഷാഹിദിനെ നോക്കി ഉമ്മ പറഞ്ഞു. എന്തേ, സ്വപ്നം കണ്ടത് കുഴിച്ചു മൂടാനോ? ഈ ഉമ്മ എന്തൊക്കെയാ പറയുന്നത്? ഡാ, ഇന്ന് പെണ്ണ് കാണാൻ പോയ ആ കുട്ടിക്ക് ഷാനുവിനെ നല്ലതുപോലെ ബോധിച്ചത്രേ. ദേ, ആ ബ്രോക്കർ വന്നിട്ടുണ്ട്. ഉടനെ അവർക്ക് വിവാഹം വേണമെന്നും പറഞ്ഞു. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണണ്ടെന്ന്. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് അവനെ ഇഷ്ടമാവുമെന്ന്. എന്നാലും അവൾക്ക് എങ്ങനെ അവനെ ഇഷ്ടമായി? എങ്ങനെ ഇഷ്ടമാവാതിരിക്കും? നിന്നെപ്പോലെ അല്ലല്ലോ അവൻ. നല്ല ജോലി, നല്ല ശമ്പളം, പിന്നെ ആണെങ്കിൽ 2 തലമുറക്ക് കഴിയാനുള്ള സ്വത്തും അവൻ്റെ വാപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾ നോക്കുന്നത് അതൊക്കെയാണ്, അല്ലാതെ സൗന്ദര്യമല്ല. ആ സ്വത്തിൽ അവന് മാത്രമല്ലല്ലോ അവകാശം, അവനെപ്പോലെ എനിക്കുമല്ലേ. ചെന്നാൽ മതി, ഇപ്പം കിട്ടും. വേലയും കൂലിയും ഇല്ലാത്ത നിന്നെ അവൻ തീറ്റി പോറ്റുന്നത് തന്നെ വലിയ കാര്യം.
സ്വത്തെല്ലാം അവൻ്റെ ഉപ്പ മരിക്കുന്ന മുമ്പേ അവൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അവൻ എന്തെങ്കിലും മനസ്സറിഞ്ഞ് തന്നാൽ മാത്രം നിനക്ക് വാങ്ങിക്കാം. അല്ലാതെ അവകാശം പറഞ്ഞ് അങ്ങോട്ട് തന്നാൽ ഒരു തരി മണ്ണ് പോലും നിനക്ക് കിട്ടില്ല. അറിയാലോ അവൻ്റെ സ്വഭാവം. വെട്ടൊന്ന് തുണ്ടനുണ്ട്, അതാണ് അവൻ്റെ രീതി. നല്ലതുപോലെ സോപ്പിട്ട് നിന്നാൽ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാം. ഇനി നീ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണം. അവൻ്റെ വിവാഹം ശരിയായ സ്ഥിതിക്ക് ഇനി ധൈര്യമായിട്ട് നിനക്ക് പെണ്ണ് നോക്കാലോ. ഇപ്പോൾ നല്ല ജോലി ഉണ്ടെങ്കിൽ മാത്രമേ പെൺകുട്ടികൾക്ക് ഇഷ്ടാവുള്ളൂ. അതുകൊണ്ടേ ഇനിയെങ്കിലും ചുമ്മാ ഇവിടെ ചൊറിഞ്ഞിരിക്കാതെ ഒരു ജോലി പോയി കണ്ടുപിടിക്കേ. ഞാൻ ആ ബ്രോക്കർക്ക് ഒരു ചായ ഇട്ട് കൊടുക്കട്ടെ. എന്നാലും ആ കുട്ടിക്ക് എങ്ങനെ അവനെ ഇഷ്ടമായി? ചിലപ്പോൾ ഉമ്മ പറഞ്ഞതുപോലെ അവൻ്റെ ജോലിയും പണവും കണ്ടിട്ടാവും. എന്തായാലും അവരുടെ ജീവിതം അധികകാലമൊന്നും സന്തോഷത്തോടെ പോവില്ല. അതിനുള്ള പണിയെല്ലാം ഈ ഷാഹിദ് ചെയ്തു വെക്കും. മനസ്സിൽ പലതും തീരുമാനിച്ചു കൊണ്ടവൻ പുറത്തേക്കിറങ്ങി. ബ്രോക്കറും ഷാനും സംസാരിക്കുന്നതിനിടയിലാണ് ഉമ്മ ചായയുമായി അവർക്കരികിലേക്ക് എത്തിയത്. ചായ കുടിച്ച് കല്യാണത്തെക്കുറിച്ചെല്ലാം സംസാരിച്ച ശേഷമാണ് അയാൾ അവിടെ നിന്നും പുറത്തിറങ്ങിയത്. 2 ദിവസങ്ങൾക്ക് ശേഷം രാവിലെ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാണ് ഷാനു ഉറക്കമുണർന്നത്. പുതപ്പിനുള്ളിൽ തന്നെ കൈ എത്തിച്ച് ഫോൺ എടുത്ത് കാതോരം ചേർത്ത് വെച്ചു. മോനെ ഷാനു, ഞാൻ അംസക്കാണ്. എന്താ അംസക്ക രാവിലെ തന്നെ? നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടേ ഞാൻ വിളിച്ചത്. അയാൾ സംസാരത്തിൽ എന്തോ ഒരു പന്തുകേട് തോന്നിയ ഷാനു പുതപ്പ് മാറ്റി ബെഡിൽ നിന്ന് എണീറ്റിരുന്നു. എന്താ എന്താ ഹംസക്ക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, നീ ടെൻഷനാവാൻ മാത്രം പ്രശ്നമൊന്നുമില്ല. ആ കുട്ടിക്ക് നിന്നെ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞു. എന്തേ പെട്ടെന്ന് ഇങ്ങനൊരു ആവശ്യം? അറിയില്ല മോനെ, എന്നോടൊന്നും പറഞ്ഞില്ല. നിന്നെ കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതും ഇന്ന് തന്നെ. ഇന്നോ? ഇൻഷാ അല്ലാഹ്. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.